ഇനി കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എ ബീം ഓഫ് 100 mm wide and 150 mm deep, wide 100 mm and 150 mm deep, is simply supported over a span of 4 meter. Spanning. If the shear force at a section is 5000 Newton, find the shear stress at a distance 25 mm above the neutral axis. 25 mm മുകളിലുള്ള ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സ് ഡയറക്ട്ലി ഇക്വേഷനിൽ തന്നിട്ടുണ്ട് 5000 ന്യൂട്ടൺ. നമ്മൾ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇക്വേഷൻ നമുക്ക് വേണ്ടത് എഫ് എ വൈ ബാർ ബൈ ഐ ബിയിലെ വൈ തന്നിട്ടുണ്ട് 25 mm. ഇതാണ് ഇക്വേഷൻ. അതിൽ എഫ് ഇസ് ഗിവൺ, ഏരിയ എന്ന് പറഞ്ഞാൽ എ ഇത്രയും മുകളിൽ വരുന്ന, അപ്പോൾ വൈ 25 ആണെങ്കിൽ ഈ ബാക്കി വരുന്ന ലെങ്ത്, ബാക്കി വരുന്ന ഡെപ്ത് 50 ആയിരിക്കും. സോ 50 × 100 ആണ് ഏരിയ. ഇത്രയും ഏരിയ. ഇനി വൈ ബാർ എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷൻ ഏരിയന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വൈ ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 + 50/2, ദാറ്റ് ഈസ് 50 mm. ബി ഈസ് ഗിവൺ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഐയുടെ വാല്യൂ BDQ/12 ആണ്. സോ by direct substitution we will be getting tau is equal to 0.44 Newton/mm². So that is the shear stress acting on a layer GH at a distance 25 mm from the neutral axis. Okay, clear അല്ലേ? ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം സ്പാൻ 1.6 meter. സോ ആൻഡ് സോ ഇറ്റ് ഇസ് ഗിവൺ. കണ്ടീഷൻ തന്നിട്ട് ഇവിടെ പോയിന്റ് ലോഡ് W ഉണ്ട്. ഈ W കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബെൻഡിങ് സ്ട്രെസ്സിൽ ചെയ്ത പോലെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ, തിരിച്ച് ലോഡ് കണ്ടുപിടിക്കാൻ, അവിടെ തിരിച്ച് UDL കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ പോയിന്റ് ലോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെയും W തന്നിട്ടുണ്ട്, സെൻട്രൽ ലോഡറാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് ഏതാണോ അതിന് ആ വാല്യൂ ആണ് നമ്മൾ ഈ ടോ ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി എന്നല്ല എഫിന് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഷിയർ ഫോഴ്സ് ഏതായിരിക്കും? മാക്സിമം ഷിയർ ഫോഴ്സ് വിൽ ബി അറ്റ് ദ സപ്പോർട്ട്സ് ആൻഡ് ദാറ്റ് ഈസ് W/2. ഇത് നമ്മുടെ തേർഡ് മോഡ്യൂളാണ്. മനസ്സിലായല്ലോ തേർഡ് മോഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ്? ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു W/2 കിട്ടി. ദാറ്റ് ഈസ് സപ്പോർട്ട് റിയാക്ഷൻ. മാക്സിമം ഷിയർ ഫോഴ്സ് വിൽ ബി അറ്റ് ദ സപ്പോർട്ട്സ്. അങ്ങനെ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടോ തന്നിട്ടുണ്ട്, ലിമിറ്റഡ് വാല്യൂ. സോ ഫ്രം ദിസ് ഇക്വേഷൻ എഫ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. എഫ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് W കണ്ടുപിടിക്കാം, അല്ലേ? തിരിച്ചാണ് ചെയ്യുന്നത്. എഫ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഡു ഇറ്റ്. അടുത്തത് ഒരു ഐ സെക്ഷന്റെ ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ മാക്സിമം ഷിയറിംഗ് സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ ദ ബീം എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇക്വേഷനിൽ പോവുകയാണെങ്കിൽ എഫ് എ വൈ ബാർ ബൈ ഐ ബി, എഫ് എന്ന് പറയുന്നത് ഷിയറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അത്രയും തന്നിട്ടുണ്ട്. മാക്സിമം ഷിയറിംഗ് ഫോഴ്സ് ദാറ്റ് ഈസ് 50 kN ഈസ് ഗിവൺ. ഏരിയ എന്ന് പറയുന്നത് എവിടെയാ? ഏരിയ എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ ലൈനിന്റെ മുകളിലത്തെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ ഏത് ലൈനാണ് റെഫർ ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ ഷിയർ സ്ട്രെസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് എന്നല്ല നമ്മളോട് പറഞ്ഞത്, മാക്സിമം ഷിയർ സ്ട്രെസ് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവുക എവിടെയായിരിക്കും? ന്യൂട്രൽ ആക്സിസിലായിരിക്കും. അപ്പോൾ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ള ഏരിയ ആണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ഐ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും? ഈ ടോട്ടൽ ഡെപ്തിന്റെ പകുതിയിലായിരിക്കും ന്യൂട്രൽ ആക്സിസ്. ആ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ വരുന്ന മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ മൊത്തം ഏരിയ. ഇത്രയും പോർഷനിലെ വെബ് ഏരിയ പ്ലസ് ഇത്രയും പോർഷനിലെ ഫ്ലാഞ്ച് ഏരിയ ആയിരിക്കും, അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ മൊത്തം ക്രോസ് സെക്ഷൻ ഏരിയ എഴുതി വെക്കും. അതല്ല വേണ്ടത്. മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്ന ലെയറിലാണ് കാണാൻ പറഞ്ഞത്. മാക്സിമം സ്ട്രെസ് ഉണ്ടാവുന്നത് ന്യൂട്രൽ ആക്സിസ് ആയതുകൊണ്ട് അതിന്റെ മുകളിലത്തെ വരുന്ന ടോട്ടൽ ഏരിയ. അതേപോലെ വൈ ബാർ എന്ന് പറയുന്നത് ഇത്രയും ഏരിയന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത്രയും ഏരിയന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സെൻട്രോയിഡൽ ഫോർമുല വൈ ബാർ ഈക്വൽ ടു A1 Y1 plus A2 Y2 ഡിവൈഡഡ് ബൈ A1 plus A2. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ സെൻട്രോയിഡിലേക്കുള്ള ഈ മൊത്തം ഏരിയയുടെ മുകളിലത്തെ മൊത്തം ഏരിയന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ. അതും കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഐ നമുക്ക് അറിയാലോ റെക്ടാംഗുലർ സെക്ഷൻ എങ്ങനെ ഐ കണ്ടുപിടിക്കുക, അതും കണ്ടുപിടിക്കുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദ ഇക്വേഷൻ വിൽ ബി ഗെറ്റിംഗ് ടോ ഈസ് ഈക്വൽ ടു 16.8 Newton/mm². ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ
ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫാണ്. നമ്മൾ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരച്ചിരുന്നു. ഇതാണ് ക്രോസ് സെക്ഷൻ എങ്കിൽ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു നമ്മൾ വരച്ചിട്ടുണ്ട്. ദിസ് വിൽ ബി സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ദിസ് വിൽ ബി എഫ് ടി മാക്സിമ ആൻഡ് ദിസ് വിൽ ബി എഫ് സി മാക്സിമ. ഈ രീതി വരച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം നമുക്ക് വരയ്ക്കണം. നമ്മൾ നേരത്തെ ഡെറിവേഷൻസ് കണ്ടു. ഒരു റെക്ടാംഗുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുമ്പോൾ ഈ രണ്ട് എൻഡിൽ 0 ആൻഡ് ഇവിടെ മാക്സിമം ആണ്, ദാറ്റ് ഈസ് പാരബോളിക് വേരിയേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് ടോ മാക്സിമ. ഇനി ഇത് ഒരു റെക്ടാംഗുലർ സെക്ഷൻ എന്നതിന് പകരം ഒരു ഐ സെക്ഷനോ അല്ലെങ്കിൽ ഒരു ടി സെക്ഷനോ ആണെങ്കിൽ എങ്ങനെ വേരി ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പൊ ഐ സെക്ഷൻ ആണെങ്കിൽ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം വരയ്ക്കാന്ന് വിചാരിച്ചു. ഐ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എന്താ, ടോ ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വന്നു, ദാറ്റ് ഈസ് ദ വിഡ്ത്ത് ഹിയർ. അപ്പൊ ഈ ക്രോസ് സെക്ഷന്റെ നമുക്ക് ഈ എൻഡിൽ 0 എന്ന് മനസ്സിലായി, ഇവിടെയും 0 ആണ്. ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഈ പോയിന്റ് എത്തുന്നവരെ ബിയിൽ വ്യത്യാസം വരുന്നുണ്ടോ? ബി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതേപോലൊരു ഗ്രാഫ് വരയ്ക്കാം. ഇങ്ങനെ പാരബോളിക് വേരിയേഷൻ ആയിട്ട് ഇവിടം വരെ ഉണ്ടാവും, ഈ ഒരു ലൈൻ വരെ. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് ബി വല്ലാതെ കുറഞ്ഞിട്ട് ഇത്രയായി കുറഞ്ഞു. ദാറ്റ് മീൻസ് ബി ഇവിടെ വല്ലാതെ കുറഞ്ഞു. അപ്പോൾ ടോ എന്ത് സംഭവിക്കുന്നു? ബി ഡിനോമിനേറ്റർ ആണ്, ബി വല്ലാണ്ട് കുറഞ്ഞ സമയത്ത് ടോ വല്ലാതെ കൂടും. ഇപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാറി. അതായത് ഈ വെബ് ഫ്ലാഞ്ച് പോർഷൻ വെബ് പോർഷൻ കടക്കുന്ന സമയത്ത് ബിന്റെ വാല്യൂ വല്ലാണ്ട് വേരി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന്റെ വേരിയേഷൻ വേറെ രീതിയിലായിട്ട് മാറി. ഒരു അഡീഷണൽ കോൺസ്റ്റന്റ് അവിടെ വന്നു, വല്ലാതെ കൂടി വന്നു. അപ്പൊ ഈ ഒരു കണക്ടിങ് പോയിന്റിൽ ഈ ബി ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് ഷിയർ സ്ട്രെസ്സിന്റെ വേരിയേഷൻ വന്നു. അപ്പൊ നമുക്ക് ആ വാല്യൂ എങ്ങനെ കിട്ടും? ഇവിടം വരെ എന്ന് പറയുന്നത് ബി വാല്യൂ, ഈ ബി വാല്യൂ ഉപയോഗിക്കുമ്പോൾ ഈ വാല്യൂ കിട്ടി. ഇനി ബിന്റെ വാല്യൂ ചെറിയ വാല്യൂ ഉപയോഗിക്കുമ്പോൾ ബി ഇവിടെ കിട്ടി, അല്ലെങ്കിൽ ടോ ഇവിടുത്തെ കിട്ടി. പിന്നെ അങ്ങോട്ട് വേരിയേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാരബോളിക്കാണ്, മാറ്റങ്ങളൊന്നുമില്ല. ആൻഡ് ഇത് സിമെട്രിക് ആയതുകൊണ്ട് ന്യൂട്രൽ ആക്സിസിന്റെ നേരെ സിമെട്രിക്കൽ ആണെങ്കിലാണ്, അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസിൽ ഈ ടോ മാക്സിമം ഉണ്ടാവും. ഇത് വിൽ ബി ടോ മാക്സിമ. വീണ്ടും ആ ടോ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ലൈൻ എത്തുന്നത് വരെ ഇതിങ്ങനെ പോകും. ഇവിടെയും സെയിം വാല്യൂ ആയിരിക്കുമല്ലോ, കാരണം സിമെട്രിക് ആയതുകൊണ്ട്. സിമെട്രിക് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ബി വാല്യൂ സെയിം ആയതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വന്നത്. അപ്പൊ രണ്ടും സെയിം വാല്യൂ കിട്ടി. ഇനിയോ ബി പെട്ടെന്ന് കൂടി, അപ്പൊ ഷിയർ സ്ട്രെസ് പെട്ടെന്ന് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ വരും. ഇതാണ് ഒരു ഐ സെക്ഷന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ടോ മാക്സിമം ഇവിടെ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മാത്രം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഡ്രോ ദ ലൈക്ക് ദിസ്. ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക, ഇവിടെ ഇത് ബി, ഇത് ബി ഓഫ് ദ വെബ് എന്ന് എഴുതാം. ഇങ്ങനെ കിട്ടി. സോ ദിസ് ഈസ് ദ ഡയഗ്രാം ഫോർ എ ഐ സെക്ഷൻ. ഇനി ഐ സെക്ഷന് പകരം ഒരു ടി സെക്ഷൻ ആണെങ്കിലോ? നേരത്തെ പറഞ്ഞ പോലെ ഈ എൻഡിൽ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അതിൽ വ്യത്യാസമില്ല. ഷിയർ ഫോഴ്സ്, ഷിയർ സ്ട്രെസ് എക്സ്ട്രീം ലെയേഴ്സിൽ എപ്പോഴും 0 ആണ്. അത് രണ്ടും 0 ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ വെബിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്തുന്നത് വരെ ഇത് ഇങ്ങനെ വന്നു. പിന്നെ വെബിൽ കൂടി വന്നു. ഇതാണ് ടോ വെബിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടെ. ഇവിടെ ടോ ഫ്ലാഞ്ചിന്റെ എൻഡാണിത്. ബി ഈ വാല്യൂ എടുക്കുമ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി വേറെ ഇവിടെ വേരിയേഷൻ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും. ന്യൂട്രൽ ആക്സിസ് വിൽ ബി സംവെയർ ലൈക്ക് ദിസ്. അപ്പൊ ആ ന്യൂട്രൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് കൂടി വരും. സപ്പോസ് ഇവിടെ എത്തി വെച്ചു, ന്യൂട്രൽ ആക്സിൽ ആകുമ്പോഴേക്ക് വാല്യൂ ഇവിടെ എത്തി. ദിസ് ഇസ് ദ ടോ മാക്സിമ. അവിടെ നിന്ന് വീണ്ടും പാരബോളിക് വേരിയേഷൻ ഇവിടേക്ക് 0 ആയിട്ട് മാറും. പാരബോളയാണ് പാരബോള. അപ്പൊ ഈ രീതിയിലേക്ക് മാറും. ദിസ് ഇസ് ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ എ ടി സെക്ഷൻ. ക്ലിയർ അല്ലേ? ഇത് ഇറ്റ്സ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ, ഇതൊരു പാരബോളിക് ആയിരിക്കണം. ഇങ്ങനെ. ക്ലിയർ? സോ അടുത്തത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഐ സെക്ഷൻ ഡയമെൻഷൻ തന്നിട്ടുണ്ട്.
Draw the stress distribution diagram and also calculate the maximum shear stress developed for a shear force 10 kilonewton. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെ ഡെവലപ്പ് ചെയ്യും? ന്യൂട്രൽ ആക്സിസിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡ്രോ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഐ സെക്ഷന്റെ ജനറൽ സ്റ്റാൻഡേർഡ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു തിയറി പാർട്ടിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഇവിടെയും വരയ്ക്കാൻ, അതിന്റെ വാല്യൂസും കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഇത് ഒരു സിമെട്രിക്കൽ ഐ സെക്ഷൻ ആണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എക്സാക്ട് സെൻട്രലായിരിക്കും. സോ വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. അല്ലേ, നേരത്തെ നമ്മൾ ചെയ്തത് പോലത്തെ പ്രോബ്ലം പോലെയാണ് ഇവിടെയും. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലത്തെ ഏരിയ ക്യാപിറ്റൽ എ, മുകളിലത്തെ ഏരിയയിലേക്കുള്ള വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് ടോ മാക്സിമ ഈസ് കാൽക്കുലേറ്റഡ് ആസ് 1.77 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി നമുക്ക് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കണം. അതിന് ആകെ ചെയ്യാനുള്ളത് ഓരോ പോയിന്റിലും വരുന്ന നേരത്തെ ബെൻഡിമോൺ ഡയഗ്രം ഒക്കെ വരയ്ക്കുന്ന നമ്മുടെ സമയത്ത് നമ്മൾ സാലിയൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടുത്തെ ഓരോ സാലിയൻ പോയിന്റ്സിലും വരുന്ന കറസ്പോണ്ടിങ് ഏരിയ വൈ ബാർ വാല്യൂസ് നോക്കുക, അതിനനുസരിച്ച് വരയ്ക്കുക, അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വരയ്ക്കുക. അപ്പൊ നമുക്കിവിടെ നേരത്തെ ആ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രത്തിൽ പറഞ്ഞിരുന്നു ഫ്ലാഞ്ചിൽ ഒരു ബി വാല്യൂ ആണ്. അപ്പൊ ആ ബി വാല്യൂ അവിടെ ഫ്ലാഞ്ചിൽ മാത്രം ഒരു രീതി കണ്ടുപിടിക്കാം. പിന്നെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ള ഈ വെബ് പോർഷനിലും കണ്ടുപിടിക്കാം. നമ്മൾ പണി കഴിഞ്ഞു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഫ്ലാഞ്ചിൽ വരുന്ന വേരിയേഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഫ്ലാഞ്ചിൽ വരുന്ന വേരിയേഷനിൽ നോക്കുമ്പോൾ ഈ ഫ്ലാഞ്ചിന്റെ മുകളിൽ വരുന്ന ഫ്ലാഞ്ചിന്റെ ഏറ്റവും താഴത്തെ ലൈൻ, അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന ഈ ലൈനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ മുകളിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് 150 ഇൻറ്റു ഈ ഡെപ്ത് ആണ്. കൺസിഡർ ലെയർ ഇൻ ദ ഫ്ലാഞ്ച് അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. നമ്മൾ ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് വൈയിലേക്ക് എടുക്കാം. ഇവിടെ ഉള്ള ഒരു ലെയർ കൺസിഡർ ചെയ്തു. ആ ലെയറിന്റെ മുകളിലത്തെ ഏരിയ എടുത്തു. ഫ്ലാഞ്ചിലുള്ള ഒരു ലൈനിന്റെ മുകളിലത്തെ ഏരിയ ദാറ്റ് വിൽ ബി 150 ഇൻറ്റു ടോട്ടൽ 170 ആണ്. 170 മൈനസ് വൈ, 170 മൈനസ് വൈ, ഇത്രയാണ് വൈ. ഈ വൈ കുറച്ചാൽ ഇവിടുത്തെ 170 മൈനസ് വൈ കിട്ടി അല്ലേ. സോ 170 മൈനസ് വൈ ഇൻറ്റു 150 ആയിരിക്കും അവിടുത്തെ ഏരിയ. ഇനി അവിടുത്തെ വൈ ബാർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ 170 മൈനസ് വൈ ബൈ 2 ആയിരിക്കും. 170 മൈനസ് വൈ ബൈ 2, 170 മൈനസ് 170 മനസ്സിലാവും. സോ സോൾവ് ചെയ്താൽ യുൽ ബി ഗെറ്റിംഗ് സം ഇക്വേഷൻ ലൈക്ക് ദിസ്. ആൻഡ് ആ ഇക്വേഷന്റെ അകത്തേക്ക് പോകുമ്പോൾ വൈന്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. ടോ ഇസ് ഈക്വൽ ടു ദിസ് മച്ച്. ഇനി ഇവിടുത്തെ വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വൈന്റെ വാല്യൂ ഏതൊക്കെ വരും? ഇവിടെ വൈ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഫ്ലാഞ്ചിലെ മാത്രമാണ്. അപ്പൊ വൈന്റെ വാല്യൂ 170 ആവാം, അല്ലെങ്കിൽ ഈ ഫ്ലാഞ്ചിന്റെ അടിവശം വരെ ആവാം. ഫ്ലാഞ്ചിന്റെ അടിവശം എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു 150 ആണ്. ഇപ്പൊ രണ്ട് വാല്യൂ നമുക്കുള്ളത് 170 എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ, അവിടെ ഷിയർ സ്ട്രെസ് 0. അടുത്ത വൈ എന്ന് പറയുന്നത് ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച് ആണ്. അപ്പൊ അവിടുത്തെ വൈ എന്ന് പറയുന്നത് 150 ആണ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷന്റെ അകത്ത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഇക്വേഷന്റെ അകത്ത് വൈന്റെ വാല്യൂ രണ്ട് വാല്യൂസ് ഉള്ളൂ. ഒന്ന് 170യും ഒന്ന് 150യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് വാല്യൂസ് കണ്ടുപിടിച്ചു. ടോ ഈക്വൽ ടു 0.161ഉം ആൻഡ് ടോ ഈക്വൽ ടു 0യും കിട്ടി. ഓക്കെ, അപ്പൊ എക്സ്ട്രീം ഫൈബറിൽ 0 ആണ്. ഈ ഫ്ലാഞ്ചിന്റെ ഏറ്റവും താഴെ 0.161 ആണ്. അത് കഴിഞ്ഞു, ആ പോർഷന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ സ്ട്രെസ് ഡയഗ്രത്തിൽ വരച്ചിരുന്നത് പോലെ ഈ ഐ സെക്ഷന്റെ ഈ ഡയഗ്രത്തിൽ ഇവിടുത്തെ വാല്യൂ കിട്ടി, ഇവിടുത്തെ വാല്യൂയും കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ വെബ് പോർഷനിലേക്ക് ഇറങ്ങണം. അതെങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വെബിലേക്കുള്ള ഒരു ലെയറാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ ഫ്ലാഞ്ചിലെ ലെയർ ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വെബിലെ ന്യൂട്രൽ ആക്സിസിന് മുകളിൽ ഒരു ലെയർ കൺസിഡർ ചെയ്യുന്നു അറ്റ് എ ഡിസ്റ്റൻസ് y. കൺസിഡർ ലെയർ ഇൻ ദ വെബ് അറ്റ് എ ഡിസ്റ്റൻസ് y എബവ് ദ ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിന്റെ മുകളിൽ ഇവിടെ ലെയർ കൺസിഡർ ചെയ്തു. ഈ ലെയറിന്റെ മുകളിലുള്ള മൊത്തം ഏരിയ ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഏരിയന്റെ സെൻട്രോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എ വൈ ബാർ എന്നുള്ളത് ഒറ്റ സിംഗിൾ ടേം ആയിട്ട് എടുത്തു.
അല്ലേ? എന്താ ചെയ്ത് നമ്മൾ ഇക്വേഷനകത്ത് നമുക്കറിയാം എ വൈ ബാർ എന്നുള്ള സിംഗിൾ ടേം ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കിയതാണ് അവർ. എ വൈ ബാർ ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമുക്കറിയാം, സെൻട്രോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വൈ ബാർ ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 ഡിവൈഡഡ് ബൈ സിഗ്മ എ എന്നുള്ളത്. അതിന് പകരം അവരെന്ത് ചോദിച്ചാൽ എ വൈ ബാർ ഒരുമിച്ചെടുത്തു. അപ്പൊ ഈ കാൽക്കുലേഷൻ നമുക്ക് അവിടെ വേണ്ടതുകൊണ്ട് a1 y1 പ്ലസ് a2 y2 മാത്രം എടുത്താൽ മതി. വൈ ബാർ സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അവിടെ, അല്ലേ? കാൽക്കുലേഷൻ എളുപ്പമായി മാറി. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അതായത് നമുക്ക് ഇക്വേഷൻ വൈ ബാർ ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര എന്ന് എഴുതും. അതിന് പകരം ദിസ് വിൽ ബി ഈക്വൽ ടു ഈ a1 a2 a3 എന്നുള്ളത് ക്യാപിറ്റൽ എ ടോട്ടൽ ഏരിയ എടുത്തു. ഇത് അവിടെ കൊണ്ടുപോകണമെങ്കിൽ ദാറ്റ് വിൽ ബി a y bar ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 എന്ന രീതിയിൽ എടുത്തു. ആ ഇക്വേഷൻ അതേപോലെ ഇവിടെ എടുത്തത് കൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പ് സെപ്പറേറ്റ് കാണണ്ട, അതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് കണ്ടാൽ മതി. ഓക്കെ, സോ ഇവിടെ a y bar ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷനിലേക്ക് എത്തി. ആൻഡ് ബൈ സോൾവിംഗ് ദാറ്റ് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ വൈന്റെ വാല്യൂ വേരി ചെയ്യുന്നത്, അപ്പൊ ടോ ഇൻഡിക്കേഷൻ കിട്ടി ദിസ് മച്ച് 1.21 പ്ലസ് എക്സെട്ര എക്സെട്ര 150 സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഇവിടെ വൈന്റെ വാല്യൂ എന്തൊക്കെയായിരിക്കും? ഒന്ന്, ഫ്ലാഞ്ചിന്റെ അടിവശത്ത് y വാല്യൂ ഉണ്ടാവും. പിന്നെ ന്യൂട്രൽ ആക്സിൽ എത്തുന്ന y വാല്യൂ ഉണ്ടാവും. ന്യൂട്രൽ ആക്സിൽ y വാല്യൂ 0 ആയിരിക്കും, ഫ്ലാഞ്ചിന്റെ അടിവശത്ത് 150 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് 150 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ടോ ഇസ് ഈക്വൽ ടു 1.21. അതായത് വെബിന്റെ തൊട്ട ഏറ്റവും മുകളിൽ, ഫ്ലാഞ്ചിന്റെ തൊട്ട് ഏറ്റവും താഴെ നേരത്തെ കിട്ടിയത് 0.161 ആയിരുന്നു. ഇവിടെ വെബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1.21 ആയി മാറി. കണ്ടല്ലോ? ഓക്കെ, അപ്പൊ 0.161 കിട്ടിയത് ഈ ഏരിയ മുകളിലെ ഫ്ലാഞ്ചിൽ എടുത്തപ്പോഴാണ്. വെബിലേക്ക് എടുക്കുമ്പോഴേക്കും 1.21 ആയിട്ട് മാറി. ഇനി y ഈക്വൽ ടു 0 ന്യൂട്രൽ ആക്സിലായിരിക്കും മാക്സിമം ഉണ്ടാവുക, ആൻഡ് ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ആസ് 1.77. ഈ ഇക്വേഷൻ തന്നെ കിട്ടി. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് താഴെയും അതിന്റെ ഒരു മിറർ ഇമേജ് പോലെ ഉണ്ടാവും. അപ്പൊ താഴെ അതേപോലെ വരച്ചു വെക്കുന്നു. സോ എത്ര വാല്യൂ കിട്ടി? 0. ഇവിടെ ഫ്ലാഞ്ചിന്റെ ഏറ്റവും അടിയിൽ ഇവിടെയും 0.161, പിന്നെ വെബിലെ ഏറ്റവും ടോപ്പിൽ ഇവിടെ അതുപോലെ 1.21, പിന്നെ ടോ മാക്സിമം. സോ ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഇത് ശരിക്ക് ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് ഈ പോർഷൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. നമ്മൾ ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ നേരത്തെ ഫോമിലേക്ക് എഴുതിയിട്ടുണ്ട്, ഡെറൈവ് ചെയ്തിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് ദ ഡെപ്ത് ഓഫ് ദ ബീം വേരി എന്നുള്ളത്, അതുപോലെ ഇക്വേഷൻ ഉണ്ടാക്കി നേരത്തെ ഇപ്പോൾ ഐ സെക്ഷൻ ചെയ്ത പോലെ തന്നെ ഇത് പഠിക്കാം. ഇനി ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ മറ്റേ പോർഷനെല്ലാം തറവാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഇത് ഒരു സെക്കൻഡ് ലെവൽ ഇമ്പോർട്ടൻസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ട്രയാങ്കുലർ വേരിയേഷൻ സിലബസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ സെക്ഷൻ, റെക്ടാങ്കുലർ സെക്ഷൻ, സർക്കുലർ സെക്ഷൻ ആൻഡ് ട്രയാങ്കുലർ സെക്ഷന്റെ ഡെറിവേഷൻ ആവശ്യമുണ്ടെന്നുള്ളത്. പ്രോബ്ലം വേണോ എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് യു ഓൾസോ ഗോ ത്രൂ ദിസ്. ഹിയർ ആ PDF ഞാൻ ഇതിന്റെ കൂടെ തരാൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി വേറെ ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ടി സെക്ഷൻ ഇസ് ഗിവൺ. ഇവിടെ ഡയറക്റ്റ് എഫ് വാല്യൂ തരുന്നതിന് പകരം ഒരു ബീമിന്റെ കണ്ടീഷൻ തന്നിരിക്കണം. ആ ബീമിന്റെ കണ്ടീഷൻ വെച്ചിട്ട് എഫ് വാല്യൂ കണ്ടുപിടിക്കണം, മാക്സിമം എഫ്. ഓക്കെ, ഇവിടെ ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽസ് ആർ ഗിവൺ. ടി സെക്ഷന്റെ ടി സെക്ഷൻ ആയതുകൊണ്ട് it is not symmetrical, so we have to find out the neutral axis, locate the neutral axis initially using this equation. neutral axis അത് ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ന്യൂട്രൽ ആക്സിസിന്റെ മുകളിൽ വരുന്ന താഴെ വരുന്ന പോർഷന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഓരോ ഏരിയയും സെപ്പറേറ്റ് കണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലാഞ്ച് ഏരിയ മാത്രം എടുക്കുന്നു, പിന്നെ വെബ് ഏരിയ എടുക്കുന്നു. പിന്നെ താഴോട്ട പോർഷനിൽ സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് അത് വീണ്ടും ഇവിടുത്തെ വൈ ബാർ വൈ ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ആ രീതിയിൽ വേണം ഇക്വേഷൻ ഉണ്ടാക്കാൻ. അവിടെ എ വൈ ബാർ വ്യത്യാസം വരും താഴത്തെ പോർഷനിൽ, സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ടോ വാല്യൂ അല്ലെങ്കിൽ ടോന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കണ്ടുപിടിക്കണം അവിടെയും. ഓക്കെ, ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബീം കണ്ടീഷൻ തന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് എഫ് വാല്യൂ ബീം കണ്ടീഷൻ ഈസ് ഗിവൺ. That is the third module portion. അത് ഉപയോഗിച്ചിട്ട് you have to calculate first support reaction. That will be the maximum shear force.
അതിനനുസരിച്ച് വേണം ബാക്കി കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് എ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഷിയർ കണ്ടുപിടിക്കേണ്ട ആകെ 3 വാല്യൂസേ ഉള്ളൂ. ഒന്ന് ഈ ഇവിടുത്തെ പൊസിഷനിൽ, പിന്നെ ന്യൂട്രൽ ആക്സിന്റെ മുകളിലത്തെ വെബ് ഏരിയ, ദെൻ ന്യൂട്രൽ ആക്സിസ് വരുന്ന വാല്യൂ. ഇപ്പൊ ന്യൂട്രൽ ആക്സിസ് വാല്യൂ വരുന്ന സമയത്ത് ഇക്വേഷൻ, ഇപ്പൊ 3 ഇക്വേഷൻ മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. താഴത്തെ പോർഷനിൽ എന്തായാലും വീണ്ടും ഒരു സാലിൻ പോയിന്റ് വരുന്നില്ല, ആകെയുള്ള എൻ പോയിന്റ് ആണ്, n.0 ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ 3 വാല്യൂസ് കണ്ടുപിടിക്കുക, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവിടെ ഈ സെക്ഷന്റെ അകത്ത് ഒരു സർക്കിളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യയും സെൻട്രോയിഡൽ ഡിസ്റ്റൻസും ഒക്കെ മെക്കാനിക്സിൽ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ച ആർക്ക് സെക്ഷൻ, സർക്കുലർ ആർക്ക്, സർക്കുലർ ഏരിയ, ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു റിവിഷൻ അവിടെ ആവശ്യമാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്ത് നോക്കുക. അഗൈൻ ഐ വിൽ ബി ഗിവിംഗ് ദിസ് ഡയഗ്രാം. നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ളത് മെക്കാനിക്സ് MOS ആകെ ചെയ്യാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. FAY/IB എന്ന ഇക്വേഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 2 ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഒന്ന് ഈ ഏരിയ ഈ ലൈനിന് മുകളിലുള്ളതും പിന്നെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ളതുമായ 2 രീതിയിലാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇക്വേഷനിൽ നമുക്ക് ഈസിയാണ്, റെക്ടാങ്കുലർ പോർഷൻ മാത്രമേ വരുന്നുള്ളൂ, അവിടെ അപ്ലൈ ചെയ്തിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ വരുന്ന സമയത്ത് ഒരു ആർക്ക് പോർഷൻ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ അവിടേക്ക് y ബാർ എടുക്കുന്ന സമയത്ത് ഈ ഇക്വേഷൻ 4r/3π എന്നൊരു ഇക്വേഷൻ, ദാറ്റ് ഈസ് ദ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓഫ് എ ആർക്ക്, സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഏരിയ, സർക്കുലർ സെമി സർക്കുലർ ഏരിയ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് മെക്കാനിക്സിൽ. ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ആ ഫോർമുലേന്റെ ഒരു റിവിഷൻ അവിടെ ഉണ്ടാക്കി വെക്കാം. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. ഇതൊന്ന് ചെയ്ത് നോക്കാം. ദിസ് അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ ഐ സെക്ഷൻ സിമെട്രിക്കൽ അല്ല, അതാണ് വ്യത്യാസമുള്ളത്. അപ്പൊ ഐ സെക്ഷൻ സിമെട്രിക്കൽ അല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ന്യൂട്രൽ ആക്സിസ് ആദ്യം ലൊക്കേറ്റ് ചെയ്യണം. അതിനുശേഷം ഇവിടുത്തെ ടോ കണ്ടുപിടിക്കണം, ഇവിടുത്തെ ടോ കണ്ടുപിടിക്കണം, ന്യൂട്രൽ ആക്സിലെ ടോ കണ്ടുപിടിക്കണം. അതേപോലെ ഈ 2 പോയിന്റിലെ ടോയും കണ്ടുപിടിക്കണം, കാരണം ഇവിടെ ബി വ്യത്യാസമുണ്ട്. അപ്പൊ ബി വ്യത്യാസം ഉണ്ടെന്ന് വിചാരിച്ച് ടോ ഈക്വൽ ടു FAY/IB എന്ന ഇക്വേഷനിൽ ഡയറക്റ്റ് ബി വ്യത്യാസം വരുത്തിയാൽ പോരാ. ഇവിടെ ഓരോ സ്റ്റേജിലും ആ ന്യൂട്രൽ ആക്സിന്റെ ആ സൈഡിൽ വരുന്ന ഏരിയന്റെ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ എലമെന്റൽ ഏരിയ എടുക്കുക, ആ പോർഷൻ നോക്കുക. അപ്പൊ അവിടുത്തെ എയും y ബാറും അതിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ ഡയറക്റ്റ്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമല്ല. യു ഹാവ് ടു തിങ്ക് ഓഫ് ദാറ്റ് പോർഷൻ, അല്ലേ? താഴത്തെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഏരിയ y ബാർ എങ്ങനെ വ്യത്യാസം വരുന്നു. അപ്പോൾ ഓരോ സ്റ്റേജസും ആ രീതിയിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഐ വിൽ ബി ഗിവിംഗ് ദിസ് PDF. Every explanation is given in this book. Go through it. If any doubt, contact. Okay.